നമ്മൾ അർജന്റീനയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് ബ്രസീലിനെ കുറിച്ച് പറയേണ്ടി വരിക. പിന്നെ ബ്രസീലിയൻ ഫുട്ബോളിലൊരു ന്യൂ എറ ബിഗിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഫുട്ബോൾ ഹിസ്റ്ററിൽ ആദ്യമായിട്ടൊരു വിദേശ പരിശീലകൻ വരുന്നു. അതും പല എതിർപ്പുകൾ മറികടന്നുകൊണ്ടാണ് ആഞ്ചലോട്ടി വരുന്നത് എന്നുള്ളതാണ്. അവരുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ലുലാ ഡാ സിൽവ വരെ പറയുന്നുണ്ട്, ഇറ്റലിയെ നേരാക്കാൻ പിന്നെ പോകാതെ ആഞ്ചലോട്ടി എന്തിനാണ് ഞങ്ങളുടെ മണ്ണിലേക്ക് വരുന്നത് എന്ന രീതിയിലേക്ക്. പക്ഷേ അവർക്ക് അതിനോട് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. കാരണം ബ്രസീലിയൻ കോച്ചുമാരിങ്ങനെ പരിശീലിപ്പിച്ച് ടീമിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയുന്നു എന്നുള്ള സാധനമാണ്. ആഞ്ചലോട്ടി വരുന്നു, ആദ്യത്തെ ടീമിനെ പ്രഖ്യാപിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കളി അവർ പിന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുന്നു. ആഞ്ചലോട്ടി അതേസമയം പിന്നെ തൻ്റെ പഴയ കളിക്കാരെയൊക്കെ തിരിച്ചു വിളിക്കുന്നു, കസമറയെ തിരിച്ചു വിളിക്കുന്നു. അതുപോലെ തന്നെ റയലിൽ കളിച്ചിട്ടുള്ള ബ്രസീലിയൻ ബ്ലഡുകൾ കുറേ ഉണ്ട്, അവരുമായിട്ടൊക്കെ ആഞ്ചലോട്ടി ഉണ്ട്. വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബ്രസീലിയൻ വിനീഷ്യസിനെയാണ് ഇനി കാണാൻ പോകുന്നത് എന്നിട്ട് ആഞ്ചലോട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ സീസണിൽ നിങ്ങൾ റയലിൽ കണ്ടതല്ല, റയലിൽ കണ്ട വിനീഷ്യസിനല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ആഞ്ചലോട്ടി ബ്രസീലിയൻ ഫുട്ബോളിന് കൊടുക്കാൻ ഒറ്റ വർഷമാണ് ഇനി ഉള്ളത്. അങ്ങനെ ഒരു റവല്യൂഷൻ സാധ്യമാണോ ആഞ്ചലോട്ടിക്ക്? വലിയ ചോദ്യം അത്. ഒരു ചെറിയ കാലയളവിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് കാർലോ ആഞ്ചലോട്ടി. കാരണം പ്രത്യേകിച്ച് നോക്കൗട്ട് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അസാധ്യ റെക്കോർഡാണ്. ഇപ്പോൾ റയൽ മാഡ്രിഡ് തന്നെ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ അടിച്ചുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന തരത്തിൽ സംഭവം തന്നെയാണ്. പക്ഷേ എത്ര ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും ബ്രസീലിയൻ ഫുട്ബോളിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഒരു വർഷം കൊണ്ട് ഈ ചെങ്ങായിക്ക് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് ഒരു വേൾഡ് കപ്പ് അടുപ്പിക്കുന്ന ഒരു ടീമിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ കാർലോ ആഞ്ചലോട്ടി ആയതുകൊണ്ട്, ഡോൺ കാർലോ ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ്, ആ പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത്. അത് പ്ലേയേഴ്സിൽ നമുക്കത് കാണാൻ സാധിക്കും. കാരണം ചിലപ്പോൾ വിനി ജൂനിയർ ആണെങ്കിലും റോഡ്രിഗോ ഒക്കെ ആണെങ്കിലും ഓൾറെഡി കാർലോ ആഞ്ചലോട്ടി എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കസമീറൊക്കെ അറിയാം. അപ്പോൾ ആ രീതിയിൽ പുള്ളിക്കാരെ ഇപ്പോൾ കസമീറൊക്കെ തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞാൽ 2023 അദ്ദേഹം അവസാനമായിട്ട് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർലിസിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അത് ശരിയായിട്ടുള്ളൊരു മൂവാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന ചങ്ങായിക്ക് ഇപ്പോഴും അവിടെ ഒരു വലിയ പങ്ക് വഹിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ എന്താണോ ലിയണൽ സ്കലനി മെസ്സിയെ വെച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ചെയ്തത്, അതായിരിക്കണം ബ്രസീൽ നെയ്മറിനെ വെച്ചിട്ട് അടുത്ത വേൾഡ് കപ്പിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന് നെയ്മർ കൂടി വിചാരിക്കണം, നെയ്മറിൻ്റെ ഫിറ്റ്നസ് ശരിയായിരിക്കണം. കാരണം നെയ്മർ ഫിറ്റായിരുന്നു കഴിഞ്ഞാൽ നെയ്മറിന് ഇപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു അസാധ്യ ബോളറാണ് നെയ്മർ എന്നുള്ളതും. അതിപ്പോൾ അദ്ദേഹത്തെ ഐഡലാക്കി വെച്ചിട്ടുള്ള ബോളർമാരെ കണ്ടു നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതല്ലേ. ഇപ്പോൾ ഈ ഫുട്ബോളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലമീൻ യമാലാണെങ്കിലും ഡെസീരി ഡുവേ ആണെങ്കിലും എല്ലാവരും നെയ്മറിൻ്റെ വലിയ ആരാധകരാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഫുട്ബോളിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തുള്ളത്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നെയ്മറിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ മെസ്സി എന്താണ് അവിടെ ചെയ്തത് അത് നെയ്മറിന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഇതിൽ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ക്ലബ് ലോകകപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ പിന്നെ കുറേ യങ് ബ്ലഡുകൾ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ യൂറോപ്പിലേക്ക് പിന്നെ പറക്കാൻ വേണ്ടി നിൽക്കുന്ന, അതിലിപ്പോൾ ആഞ്ചലോട്ടി സ്ക്വാഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എസ്താവനൊക്കെ വിളിക്കുന്നുണ്ട്, കളിക്കാൻ അവസരം കിട്ടിയില്ലയോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം യങ് ബ്ലഡുകളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അറിയുന്ന കളിക്കാർ, പരിചയ സമ്പത്ത്, അങ്ങനെയൊക്കെ തുടങ്ങി കുറേ പിന്നെ ഫാക്ടറികൾ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. ഈ യങ് ബ്ലഡ്സിന് അടുത്ത ലോകകപ്പിൽ എത്ര പേർക്ക് ഇതിനകത്ത് പിന്നെ അവസരം കിട്ടും എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. വലിയ ചോദ്യമാണ്. കാരണം വെച്ചാൽ കാർലോയുടെ ഈവൻ റയൽ മാഡ്രിഡിലെ ടെന്യൂർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും യങ്സ്റ്റേഴ്സിന് വലിയ തോതിൽ കൊടുക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഗുള്ളറിനെയൊക്കെ കാണിച്ച് അതാണ്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ബ്രസീൽ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൽ 70ഓളം പ്ലേയേഴ്സ് ബ്രസീലിൽ നിന്നാണ് കളിച്ചുള്ളത്. അവിടെ ടാലൻറ്റുകളില്ലാത്ത പ്രശ്നമൊന്നുമില്ല. ബ്രസീലിയൻ ലീഗിലേക്ക് കൂടി നോക്കണം, യൂറോപ്പിലേക്ക് മാത്രം നോക്കിയാൽ പോരാ. ബ്രസീലിയൻ ലീഗിൽ നിന്ന് തന്നെ കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് കണ്ടെത്തണം, ഡിഫൻസിൽ ബാലൻസ് കണ്ടെത്തണം. ഫുൾ ബാക്ക് ഏരിയയിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട്, മിഡ്ഫീൽഡ് ഒരു പ്രധാന പ്രശ്നമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മിഡ്ഫീൽഡാണ് കീ. ഇപ്പോൾ നമ്മൾ PSG കളി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡിലാണ് കളി നടക്കുന്നത്. ആ മിഡ്ഫീൽഡിലെങ്കിലും ഒന്നുമില്ല. അപ്പോൾ ആ മിഡ്ഫീൽഡ് ഇപ്പോൾ അർജന്റീന കപ്പടിക്കുമ്പോഴും മിഡ്ഫീൽഡാണ് ഒരു വലിയ പങ്ക് വഹിച്ചത്. ഈവൻ മെസ്സിയും മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിയത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ മിഡ്ഫീൽഡിൽ ബാലൻസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കാർലോ സംബന്ധിച്ചിടത്തോളം അതിൽ യങ്സ്റ്റേഴ്സിനെ കൂടി ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ബ്രൂണോ ഗിമറേഷും കസമീറയും ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നായതിനെ എന്നുള്ളത്. പക്ഷേ ബ്രസീലിയൻ ആരാധകർക്ക് ബ്രൂണോ ഗിമറേഷിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബ്രൂണോ ഗിമറേഷ് ന്യൂകാസിൽ ചെയ്തതിൻ്റെ ഒന്നും ഈ ബ്രസീലിയൻ കുപ്പായത്തിൽ ചെയ്യാൻ സാധിച്ചില്ല. അത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഈ ബ്രസീലിലേക്ക് വരുമ്പോൾ നമ്മൾ അതാണ് അവിടെ കാണുന്ന ആളുകളെല്ലാം നമ്മൾ ബ്രസീലിയൻ കുപ്പായത്തിൽ കാണുന്നത്. അതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഷർട്ടിൻ്റെ വെയിറ്റ് ഭയങ്കരമാണ്.
അത് ഭയങ്കര ഹെവിയാണ് ബ്രസീലിയൻ കുപ്പായത്തിൽ കളിക്കുക, ബ്രസീലിയൻ ആരാധകരുടെ മുമ്പിൽ കളിക്കുക. കാരണം എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ബ്രസീലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പെലെയുടെ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റൊണാൾഡോ നസാരിയോ ഫിനോമിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2002 ശേഷം ഒരു ലോകകപ്പില്ല, 2019 ശേഷം ഒരു മേജർ ട്രോഫി ഇല്ല. പ്രൊഫസർ ടിറ്റയ്ക്ക് ശേഷം പിന്നെ ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തൊരു ടീമായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരും. അവർ അവസാനമായിട്ട് പിന്നെ അർജന്റീനയോട് ജയിച്ച് 2019 കോപ്പ അമേരിക്ക സെമിയിലാണ്. അങ്ങനെയൊക്കെ ആലോചിക്കണം. അതാണ്. അപ്പോൾ ആ രീതിയിൽ അത്രയും ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഉയർത്തിയെഴുന്നേൽക്കാൻ പറ്റുന്ന തരത്തിലൊരു രാജ്യമാണ് ബ്രസീൽ. ഞെട്ടിക്കാൻ പറ്റുന്ന തരത്തിലൊരു രാജ്യമാണ്. കണ്ടീഷൻസ് അവരെ ഫേവർ ചെയ്യും. അതൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ കാർലോ അൻചെലോട്ടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നെയ്മർ കൂടി തിരിച്ചു വരണം.